നമ്മൾ റിഫ്ലക്ഷനെ പറ്റി പറഞ്ഞു. ഇനി റിഫ്ലക്ഷനിലെ ചില നിയമങ്ങളെ പറ്റിയാണ് അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റിഫ്ലക്ഷനിലെ ചില ലോസ്, റിഫ്ലക്ഷൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനിൽ രണ്ട് നിയമങ്ങളാണ് ഉള്ളത്. ഞാൻ റിഫ്ലക്ഷൻ്റെ റേ ഡയഗ്രാം മാച്ചിട്ടില്ല. റിഫ്ലക്ഷൻ്റെ റേ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങാം. ദ ഇൻസിഡൻറ്റ് റേ, the reflected ray and normal to the reflecting surface at the point of incidence all lies in the same plane. പതനരശ്മി, പ്രതിപതനരശ്മി, പതനബിന്ദുവിൽ വരയ്ക്കുന്ന ലംബം, മൂന്ന് കാര്യങ്ങളാ: ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, normal to the point of incidence, all lies in the same plane. ഇവര് മൂന്നും ഒരേ പ്ലെയിനിലാണ് എന്ന് പറയുന്നു. എങ്ങനെയാ അത് പറയാ? ഇൻസിഡന്റ് റേ, ഇതാണ് ഇൻസിഡന്റ് റേ, വരുന്ന റേ. ദിസ് ഈസ് ഇൻസിഡന്റ് റേ. ദിസ് ഈസ് റിഫ്ലക്റ്റഡ് റേ. നോർമൽ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. all lies in the same plane of paper. ഒക്കെ ഒരു പേപ്പറിൻ്റെ പ്ലെയിനിൽ ഒതുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? ഇത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത് ഇൻസിഡന്റ് റേ. അപ്പോൾ ഇതൊരു പേപ്പറിൽ വരച്ചു. ഇത് റിഫ്ലക്റ്റഡ് റേ, ഇത് അടുത്ത പേപ്പറിൽ. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ വരയ്ക്കേണ്ടി വന്നതിന് ഒരു ബോർഡിൽ, ഒരു പേപ്പറിൽ നമുക്ക് കാണിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ റിഫ്ലക്ഷനെ സംബന്ധിച്ചിടത്തോളം ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒരേ പേപ്പറിൽ വരയ്ക്കാം. ഇൻസിഡന്റ് റേ ദാ ഒരു പേപ്പറിൽ വരച്ച് ഞാൻ ഇൻസിഡന്റ് റേ. റിഫ്ലക്റ്റഡ് റേ, അത് ആ പേപ്പറിൽ തന്നെ വരയ്ക്കാൻ പറ്റുന്നു. നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, എല്ലാം ഒരു പേപ്പറിൽ, ഒരു പ്ലെയിനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു നിയമമുണ്ടാക്കി. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പറയാം. ദെൻ അതാണ് ഒന്നാമത്തെ നിയമം. ഒരു പ്ലെയിനിൽ, ഒരു പേപ്പറിൽ, ഒരു പുറത്തിൽ, ഒരു ബോർഡിൽ എല്ലാത്തിനെയും കാണിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ നിയമം ഫോർ റിഫ്ലക്ഷൻ, അല്ലെ? നമ്മൾ റിഫ്ലക്ഷന്റെ നിയമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിഫ്ലക്ഷനെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള കോണാണ്, ആംഗിൾ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ ആംഗിൾ ആണ് ആംഗിൾ ഐ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ദിസ് ഈസ് ആംഗിൾ ഐ. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ. ലൈക്ക് ദാറ്റ്, വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? Angle between reflected ray and normal. Angle I and angle R. So നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ലോ പറയാണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ, ദിസ് ഈസ് ആംഗിൾ R. ആംഗിൾ R ഈക്വൽ ടു ആംഗിൾ I. അതാണ് റിഫ്ലക്ഷനിലെ രണ്ടാമത്തെ നിയമം. ഇൻസിഡന്റ് റേ, reflected ray, normal to the point of incidence, all lies in the same plane. First law. Second law ലേക്ക് വന്നപ്പോൾ angle of reflection, angle between normal and reflected ray is equal to, അത് equal ആണ്, തുല്യമാണ്, is equal to angle between incident ray and normal. That angle is known as angle of incidence. Angle of reflection, angle R, equal to angle I.
പറയുന്നത് എങ്ങനെയാണ്? ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ഐ. ആരെ സംബന്ധിച്ചിടത്തോളം? ഫോർ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ ഐയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ഐ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ആംഗിൾ ആണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഐ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് രണ്ട് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്.